ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ലൈൻ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഇസഡ് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു, ഈ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതായത് സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇസഡ് എൻ്റർ, ഈ എൻ്റർ കൊടുത്തു. അടുത്തത് യൂണിറ്റ് സെറ്റ് ചെയ്യും. യു എൻ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഡ്രോയിങ് യൂണിറ്റാണോ വരയ്ക്കുന്നത് അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ മില്ലിമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്, മില്ലിമീറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഇപ്പം ലൈൻ എന്നുള്ള കമാൻഡ് വരണമെങ്കിൽ എൽ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ലൈനിൻ്റെ കമാൻഡാണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് അവർ നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ ഇവിടെ താഴെ നോക്കുവാണെങ്കിൽ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ആണ് വേണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇത് ഇപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ F8 എന്നുള്ള പ്രസ് ചെയ്താൽ മതി. F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ ഇത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് പോയിന്റ് കൊടുത്തു, തേർഡ് പോയിന്റ് കൊടുത്തു, ഫോർത്ത് പോയിന്റ് കൊടുത്തു. ഇനി ഇപ്പോൾ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പോൾ ഇത് ചരിഞ്ഞ് വരണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് F8 ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇത് ഓഫ് ആക്കാം, ഇത് റൊട്ടേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ എന്നാണ് എനിക്ക് ഈ ഒരു കറക്റ്റ് എൻഡ് പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നിൽ ഈ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് പോയിന്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം ഇവിടെ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കർസർ ഈ എൻഡിലേക്ക് വരുമ്പോൾ എന്നാണ് ഇവിടെ എൻഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അതുപോലെ ഇപ്പം കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ മിഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹെൽപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് കാരണം ആണ് ഈ ഒരു പോയിന്റ് ട്രയാങ്കിൾ പോലെ അവിടെ മിഡ് പോയിന്റ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ DS എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് കിട്ടണമെങ്കിൽ DS എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഇവിടെ നാണ്ടെ മേളിലായിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് സ്നാപ്പ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. അതുപോലെ ഈ ഓപ്ഷൻസ് എല്ലാം ടിക്ക് ഓൺ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നുള്ളതും ടിക്ക് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഓൺ ആക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് അവിടെ ഓൺ ആയിരിക്കും. അപ്പോൾ അത് ഓൺ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ ഈ പോയിന്റ്സ് കാര്യങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരത്തുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് ഓഫ് ആണെന്ന് വെച്ചോ, ഇത് ഓഫായി കിടക്കുവാണെന്ന് വെച്ചോ. അപ്പം ഈ സാധനങ്ങളെല്ലാം ഓണായി കിടക്കുവാണ്, പക്ഷെ ഞാൻ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളതിനെ ഓഫാക്കി ഇട്ടേക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ എടുത്തിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ ആ ഒരു എൻഡ് പോയിന്റ് ഒന്നും കറക്റ്റായിട്ട് കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രോയിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് എപ്പോഴും നമ്മൾ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ അതുപോലെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഇവിടെ എന്തെല്ലാം ഓപ്ഷൻസ് ഓൺ ആണോ ആ പോയിന്റ്സ് ആ ഓപ്ഷനുകൾ മാത്രമേ അവിടെ ഹെൽപ്പായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഓൺ ആക്കി എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ചെയ്ത് പോകാൻ പറ്റും. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു യൂസ് ആണ്, ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ F8 ഓൺ ആക്കിയിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഇവിടെ വരെ നിർത്തി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ലെങ്ത് മാറിപ്പോകാമല്ലോ. അപ്പോൾ അതിന് എളുപ്പവഴി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കർസർ കൊണ്ടുവന്നിട്ട് ഈ ഒരു എൻഡിൽ ഒന്ന് വെക്കുക. ഇപ്പോൾ ഇവിടെ എൻഡ് പോയിന്റ് എന്ന് കാണിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കർസർ ഒന്ന് താഴേക്ക് മൂവ് ചെയ്ത് ഇതുപോലെ ഡോട്ടഡ് ലൈൻ പോലെ കാണിക്കും. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്തിലായിരിക്കും ഈ താഴത്തെ ലൈന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ ആണ് നമുക്ക് ഈ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എടുക്കണമെങ്കിൽ DS എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നുള്ളതിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡോട്ടഡ് ലൈൻ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഓൺ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ എളുപ്പം ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ഈ
ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ആക്കണമെങ്കിൽ ഷോർട്ട് കീ ആയിട്ട് നമ്മുടെ കീബോർഡിലെ F3 പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്നുള്ള ഓൺ ആക്കണമെങ്കിൽ ഇതുപോലെ F11 എന്നുള്ള ഷോർട്ട് കീ പ്രസ് ചെയ്താലും നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് അവിടെ ഓണും ഓഫ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ DS എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് വരെ ഇവിടെ വന്നിട്ട് ഈ ഓപ്ഷൻസ് ഓൺ ആക്കി കൊടുത്താലും മതി. ഇനിയിപ്പോൾ എനിക്കൊരു ലെങ്ത് വെച്ചിട്ട് വരയ്ക്കണമെന്ന് വെച്ചോ. ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ഇങ്ങോട്ട് എനിക്കൊരു 200 വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു വാല്യൂ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 200 ആണ് വേണ്ടെങ്കിൽ ഈ കമാൻഡ് പ്രോംപ്റ്റ് നോക്കുക, 200 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനിയിപ്പോൾ താഴോട്ട് എനിക്കൊരു 100 വേണമെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടേക്ക് എനിക്കൊരു 150 മതിയെങ്കിൽ 150 എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അതുപോലെ ഇപ്പം മേളിലേക്ക് എനിക്ക് എങ്ങനെയാണോ വേണ്ടത്, ഇപ്പോൾ താഴോട്ടോ ആദ്യം ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ആ ഡയറക്ഷനിൽ എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത് ടൈപ്പ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ആ സ്പെസിഫൈ ചെയ്ത അത്രയും ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആണെങ്കിൽ, അതായത് F12 എന്നുള്ളത് ഓൺ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കണ്ട് ഇതുപോലെ കാണിച്ചു തരും. ഇപ്പോൾ 200 എന്നാണെങ്കിൽ ഇവിടെ F12 ഓൺ ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ ആ ഒരു വാല്യൂ എത്ര ആണെന്നുള്ളത് കണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു F12 ഓൺ ആക്കി ഇട്ടാൽ ഈ ഒരു ഹെൽപ്പ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓഫ് ആണെങ്കിലാണ് ഈ പറഞ്ഞ കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചേക്കുന്നത്. നമുക്ക് ചെയ്യാൻ ഏതാണോ സൗകര്യം ആ രീതിയിൽ ചെയ്തു പോവുക. അപ്പോൾ നമ്മളിവിടെ രണ്ട് രീതിയിൽ ലൈൻ വരയ്ക്കുന്ന പറഞ്ഞായിരുന്നു. ഇപ്പം ഈ ഡിസ്റ്റൻസ് കൊടുത്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ട ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വരച്ച് പോകാം. ഇനി അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ പോയിന്റ്സ് ജോയിൻ ചെയ്താണ് വരയ്ക്കേണ്ടെങ്കിൽ അതുപോലെ പോയിന്റ്സ് എടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ദാണ്ട് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കും. ഇപ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചോ. ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു ലൈൻ എടുത്ത് വരച്ച് പോകണമെങ്കിൽ ജസ്റ്റ് ആ വേണ്ട പോയിന്റ് ക്ലിക്ക് ചെയ്ത് ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ വീണ്ടും ഇപ്പം ഞാൻ എസ്കേപ്പ് അടിച്ച് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ കമാൻഡിൽ നിന്ന് വെളിയിൽ വരാം. വീണ്ടും എനിക്ക് ലൈൻ എടുക്കണമെങ്കിൽ L എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ബാക്കി വരച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് ഓൺ ആക്കിയിടുന്ന കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പോയിന്റ്സ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതും അതുപോലെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെത്തേഡിൽ ലൈൻ വരയ്ക്കുന്ന കാര്യങ്ങളുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് വരച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.